ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിൽ യുവതിക്ക് 32 കോടി രൂപ നഷ്ടപ്പെട്ടെന്നാണ് പരാതി. സംഭവം നടന്നത് ബംഗളൂരുവിലാണ്. ഇന്ദിരാനഗർ സ്വദേശിയായ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ഇവിടെ തട്ടിപ്പിനിരയായത്. KB ശ്രീധരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീധരൻ, ഇതിപ്പോൾ ഡിജിറ്റൽ അറസ്റ്റ് അത് നമ്മൾ കേട്ട് പഴകിയ ഒരു സംഭവമാണ്. പക്ഷേ ഇവിടെ ലക്ഷങ്ങളല്ല, 1-2 കോടിയുമല്ല, 32 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഒരു ആയുസിന്റെ മുഴുവൻ സമ്പാദ്യമാണ് നഷ്ടപ്പെട്ടത്. എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്? ഈ പ്രതികളിലേക്ക് എത്താനുള്ള അന്വേഷണമൊക്കെ തുടങ്ങി കഴിഞ്ഞു പോലീസ്? മാസങ്ങളോളമാണ് ഈ വളരെ ഉയർന്ന ഒരു പൊസിഷനിലിരിക്കുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടുള്ള യുവതിയിൽ നിന്ന് തട്ടിയെടുത്തത്. ഇവർ കഴിഞ്ഞ സെപ്റ്റംബർ മാസം മുതൽ, അതായത് 2024 സെപ്റ്റംബർ മാസം മുതൽ ഇവർ ഇങ്ങനെ ഡിജിറ്റൽ അറസ്റ്റിലായിരുന്നു, അല്ലെങ്കിൽ ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ വലയിലായിരുന്നു. നമ്മൾ നാട്ടിൽ സാധാരണ കേൾക്കുന്ന പോലെ തന്നെ ഈ കൊറിയർ കമ്പനിയിൽ നിന്നാണ് ഇവർ എന്ന് പറഞ്ഞവർക്ക് ഒരു കോൾ വരുന്നു. ആ കൊറിയറിൽ മയക്കുമരുന്നും അതുപോലെ തന്നെ ഇവരുടെ ID ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞാണ് കോൾ വരുന്നത്. പെട്ടെന്ന് തന്നെ CBI അല്ലെങ്കിൽ NIA ഉദ്യോഗസ്ഥർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കോള് ഡൈവേർട്ട് ചെയ്യുകയാണ്. തുടർന്ന് ഇവരെ ആ സ്ക്രീനിന് മുൻപിൽ നിന്ന് മാറാൻ സമ്മതിക്കാത്ത രീതിയിൽ അവിടെ പിടിച്ചിരുത്തി പലപ്പോഴായി പണം തട്ടുകയാണ് ഈ സംഘങ്ങളുടെ രീതി. എത്രയധികം വാർത്തകൾ വന്നാലും ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുക പതിവാണ്. ഏതായാലും ഈ യുവതിക്കും അങ്ങനെ തന്നെയാണ് പറ്റിയത്. ആദ്യം 2.5 കോടി രൂപയാണ് ഇവർ ട്രാൻസ്ഫർ ചെയ്ത് നൽകിയത്. ആ പണം തിരിച്ചു നൽകുമെന്ന് പറഞ്ഞായിരുന്നു ഇവർ ആ പണം ഇവരുടെ അക്കൗണ്ടിൽ നിന്ന്, ഇവർ പറഞ്ഞ അക്കൗണ്ടിലേക്ക്, CBIയുടെ നിന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് നൽകിയ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. ഇങ്ങനെ പല ഘട്ടത്തിലായി കോടികൾ, ഏതാണ്ട് 32 കോടി രൂപയോളം ഇവരിങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ് പരാതി. ഒടുവിൽ വല്ലാത്തൊരു ട്രോമയിലേക്ക് ഈ സ്ത്രീ പോയി. തുടർന്ന് ഇവരുടെ ബന്ധുക്കളുടെയൊക്കെ ഈ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞോടുകൂടിയാണ് ഇങ്ങനെ ഒരു വലിയ തട്ടിപ്പിന് ഇവർ ഇരയായതായിട്ട് മനസ്സിലാവുന്നത്. തുടർന്ന് ബംഗളൂരു പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഏതായാലും പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം തുടങ്ങുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഈ പണം തിരിച്ചു പിടിക്കാനാകുമോ എന്ന് തുടങ്ങിയ പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. പ്രാഥമികമായി 2 അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വലിയ തുകയാണ്, 32 കോടി രൂപ എന്നൊക്കെ പറയുമ്പോൾ വലിയ തുകയാണ്. അവരുടെ ആയുസിന്റെ സമ്പാദ്യമാണ്. ആ സമ്പാദ്യം മുഴുവനാണ് ഇങ്ങനെ തട്ടിപ്പുകാർ തട്ടിയെടുത്തിരിക്കുന്നത്. നിരന്തരം ഈ വാർത്തകൾ കാണുന്ന ആളുകൾ പോലും ഇങ്ങനെയുള്ള തട്ടിപ്പിന് ഇരയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. ഏതായാലും ഈ ഹൗസ് അറസ്റ്റ് CBI ഇന്ന് വിളിക്കുന്നു. കൊറിയറിൽ നിങ്ങളുടെ ലഹരി വസ്തുക്കൾ പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ഫ്രോഡുകളായിട്ടുള്ള ആളുകൾ നമ്മളെ വിളിക്കും. അതിലൊന്നും വീഴാതിരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഈ ഒരു വാർത്തകളിലൂടെ നൽകുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നു. അതെ ശ്രീധരൻ, ഡിജിറ്റൽ അറസ്റ്റ് അങ്ങനെ ഒരു സംഭവം നമ്മുടെ നിയമ സംവിധാനത്തിൽ ഇല്ല എന്ന് പല ആവർത്തി നമ്മൾ വാർത്തകളിലൂടെ ഉൾപ്പെടെ നിരന്തരം നൽകുന്നതാണ്. പക്ഷെ വീണ്ടും ആ തട്ടിപ്പുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ 32 കോടി രൂപയാണ് ബംഗളൂരിലെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് നഷ്ടപ്പെട്ടത്.